ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ടു സെറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം നമുക്ക് ബെഡ്റൂമിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ റൂമിൻ്റെ പ്ലാൻ വരുന്നത്. ഇത് നമുക്ക് റൂമിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 5.65 വരുന്നുണ്ട്. നമുക്കിപ്പോൾ കാഡിൽ മീൻസ് സൈസ് പ്രോപ്പറായിട്ട് കാണുന്നില്ല. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഡി പ്രസ് ചെയ്യുക, അതിൽ മോഡിഫൈയിലേക്ക് വരിക. ഇവിടെ ലൈൻസ് ഉണ്ട്, ഇത് രണ്ടൊന്ന് ടിക്ക് ചെയ്യുക. പിന്നെ സിമ്പിൾ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് കണ്ടോ, ഇത് 2.5 നമുക്കതൊരു 10 കാണില്ല. ദെൻ ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. സോ റൂമിൻ്റെ സൈസ് 5.65 3.80 വരുന്നത്. ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം വലുപ്പമുണ്ട് ഈ റൂമിൽ. ഇതിൻ്റെ ഒരു പ്ലാൻ ലേഔട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ബെഡ് ക്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെയാണ് വാർഡ്രോബ് പറഞ്ഞിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഇവിടെ തന്നെ ചെറിയൊരു ഡ്രസ്സിങ്ങും ഇവിടെ വാളിലൊരു ഫുൾ സൈസ് മിററുമാണ് ക്ലൈൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്പേസിൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. 2 സിംഗിൾ ചെയറാണ് ഇപ്പം വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ റൂമിൻ്റെ പ്ലാൻ വരുന്നത്. ഈ ബെഡിന് പുറകിലായിട്ടൊരു 3 ഡോർ വിൻഡോയും ഈ സൈഡിൽ ചെറിയൊരു സിംഗിൾ അല്ല ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇത് ടോയ്ലറ്റിലേക്കുള്ള ഡോറാണ്, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതാണ്. സോ ഇതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. അപ്പോൾ നമുക്കിത് 3 ഡേയ്സിലേക്ക് കൊണ്ടുപോയി മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഞാനിപ്പം 3ds Max തുറന്നിട്ടുണ്ട്. സോ 3ds നമ്മൾ തുറക്കുമ്പോൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ യൂണിറ്റ് ചേഞ്ച് ചെയ്യണം. ഇപ്പം കസ്റ്റമൈസ് വന്നു, മീൻസ് ഇത് ഒരു തവണ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാനിപ്പം ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ഞാനിപ്പോൾ പ്ലാൻ ഫുൾ വരച്ചിരിക്കുന്നത് സെൻറ്റിമീറ്ററാണ്. അപ്പം നമുക്ക് 3ds Maxലും മോഡൽ ചെയ്യുന്നതും സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടത് സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പ് എടുക്കുക. ഇവിടെ ഇപ്പോൾ മില്ലിമീറ്ററിനാണ് മീൻസ് മില്ലിമീറ്റർ ഉണ്ടാവുക, അത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. അതുപോലെ മെട്രിക് എന്നില്ലടിക്കും സെൻറ്റിമീറ്റർ തന്നെയാണെന്ന് കൺഫേം ചെയ്യുക. മീൻസ് ഞാൻ സെൻറ്റിമീറ്ററിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സെൻറ്റിമീറ്ററിലാക്കിയത്. അത് നിങ്ങളുടെ സൗകര്യത്തിന് മില്ലിമീറ്ററോ ഇഞ്ചിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പ്ലാനും 3ds Maxലെ യൂണിറ്റും സെയിം ആയിരിക്കണം എന്നേ ഉള്ളൂ. സോ ഞാനത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്ലാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. CAD ഫയൽ 3ds Maxലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അതിനായി ഫയൽ എടുത്തു, ഇവിടെ ഇമ്പോർട്ട് വന്നു, ഇവിടെ വീണ്ടും ഇമ്പോർട്ട് എടുത്തു. സോ ഫയൽ നമ്മൾ ഇവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഫയൽ എടുക്കാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലായതുകൊണ്ട് ഇവിടെ ബെഡ് ഉണ്ട്. സോ അത് ഓപ്പൺ കൊടുത്തു. അപ്പം ഫയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇൻകമിങ് ഫയൽ യൂണിറ്റ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്ലാൻ ഏത് യൂണിറ്റിലാണ് വരച്ചേക്കുന്നതെന്ന് കാണിച്ചു തരുന്നതാണ്. സോ അത് കുഴപ്പമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാം. പക്ഷേ വേണ്ട, നമുക്ക് എപ്പോഴും പ്ലാനിൻ്റെയും 3ds Maxൻ്റെയും യൂണിറ്റ് സെയിം ആക്കി വെച്ചാൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ ഞാനിപ്പോൾ ഇത് ഓക്കെ കൊടുത്തു. സോ നമ്മുടെ പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഞാനിപ്പം ഇനി നമുക്കിത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അതിനിപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ ബോക്സ് എടുത്തിട്ടുണ്ട്. ദെൻ സ്നാപ്പ് ഓണാക്കി. ഇതാണ് സ്നാപ്പ് വരുന്നത്. ഇതിൻ്റെ ഷോർട്ട് കീ എന്ന് വെച്ചാൽ S ആണ്. അത് S പ്രസ് ചെയ്ത് അത് തോന്നും. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെയൊക്കെ സ്നാപ്പായി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഗ്രിഡ് ലൈനും കൂടി ഉണ്ട്. ഗ്രിഡ് ലൈന് കാണാൻ G പ്രസ് ചെയ്താൽ മതി. കണ്ടോ, നമുക്ക് ഈ ഒരു കോണ് ഒക്കെ സെലക്ട് ആകുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്നാപ്പിൻ്റെ ഐക്കണിൽ റൈറ്റ് ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പോപ്പോ വരും. ഇവിടെ ഗ്രിഡ് പോയിന്റിൽ ടിക്ക് ഉണ്ട്, അത് അൺടിക്ക് ചെയ്യുക. വേർട്ടെക്സ് മാത്രം ഓൺ ആക്കിയിടുക. തന്നെ ഇത് ക്ലോസ് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ മാത്രം, മീൻസ് നമ്മുടെ പ്ലാനിൽ ആ ഒരു പോയിന്റിൽ മാത്രം സെലക്ട് ആവുന്നതാണ്. ഞാൻ ഗ്രിഡ് ലൈൻ ഓഫ് ആക്കാൻ G പ്രസ് ചെയ്താൽ മതി, അതൊക്കെ ഇപ്പോൾ. സോ കറക്റ്റ് സ്നാപ്പ് വെച്ചിട്ട് ചുമരിൻ്റെ ഹൈറ്റ് വെച്ചാൽ ഞാൻ ഇപ്പം 3 മീറ്ററാണ് കൊടുത്തേക്കുന്നത്. 3 മീറ്റർ കൊടുത്തു, അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള സ്ഥലത്ത് ഞാനിപ്പോൾ ചുമര് വരക്കുന്നുണ്ട്. സോ നമ്മുടെ 4 ചുമരും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഇതിന് വേണ്ടത് ഫ്ലോറാണ്. ഫ്ലോറും കൂടി സ്നാപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് ഒരു 10 സെൻറ്റിമീറ്റർ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്.
സോ നമ്മൾ 4 ചുമരും ഇതിപ്പോൾ ഒരു ബോക്സ് പോലെയാണുള്ളത്. നമുക്ക് ഇതിലേക്ക് തന്നെ ഡോറും വിൻഡോയും ആഡ് ചെയ്യണം. അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സെയിം ഈ ഒരു ബോക്സ് എടുക്കുക, നമ്മുടെ ഡോറിൻ്റെ സ്പേസിലേക്ക് കറക്റ്റായിട്ട് വെക്കുക. ഡോറിൻ്റെ ഹൈറ്റ് 2.10 കാണിക്കുന്നത്. സോ 2.10 കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ വരച്ച ആ ഒരു ബോക്സിൻ്റെ വീതി നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ 24 എന്നുള്ളത് ഞാനൊരു 30 ആക്കിയിട്ടുണ്ട്. സോ അത് നമ്മുടെ മറ്റേ വാളിനെക്കാട്ടിയും ജസ്റ്റ് അപ്പുറം ഇപ്പുറം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. സോ അതിന് ടോയ്ലറ്റിൻ്റെ ഡോർ ഞാനിവിടെ വരക്കാണ്. ഇത് F പ്രസ് ചെയ്താൽ വയർ ഫ്രെയിം മോഡിലേക്ക് മാറും കേട്ടോ. മീൻസ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ലൈൻ മാത്രമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ. ഇത് ഞാൻ പ്രസ് ചെയ്യുന്നത് F3 ആണ്. അതല്ല, ഇവിടെ ഡിഫോൾട്ട് ഷെയ്ഡിങ് പോയിട്ട് ഇവിടെ വയർ ഫ്രെയിം ഓവർ റൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താലും വരും. സോ അതിൻ്റെ ഷോർട്ട് കീ ആണ് F3. സോ ഇതിൻ്റെയും മോഡിഫൈ ആയിട്ട് വന്നു. വിഡ്ത്ത് എന്നുള്ളത് കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തു. ഇത് ശ്രദ്ധിച്ച് കാണണേ. സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഇവിടെ വന്നിട്ട് നമ്മളത് കോമ്പൗണ്ടിലേക്ക് വന്നു. ഇവിടെ പ്രോ ബൂളി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്തു. ഇവിടെ സ്റ്റാർട്ട് പിക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വരച്ച ഒരു ഡോറിൻ്റെ സ്പേസിൽ 2.10 ഹൈറ്റിൽ വരച്ച ആ ഒരു ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ട് മാറും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സോ അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ വാർഡിലും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. പ്രോ ബൂളി മീൻസ് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ കോമ്പൗണ്ടിലേക്ക് വന്നു. ഒരു മിനിറ്റ്. ഇവിടെ കോമ്പൗണ്ടിലേക്ക് വന്നു. പ്രോ ബൂളിനുണ്ട്. സ്റ്റാർട്ട് പിക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു റെഡ് ബോക്സ് എടുക്കുന്നു. അവിടെയും ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ടത് വിൻഡോ ആണ്. അപ്പം വിൻഡോയും സെയിം രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഇപ്പം 2.10 ഹൈറ്റ് വെച്ചു. 2.10 നമുക്ക് വിൻഡോ 2.10 ഫുള്ളായിട്ട് ഉണ്ടാവില്ലല്ലോ. ഫ്ലോറിലേക്ക് ഒരു 1.50 കാണിച്ചാൽ മതിയാവും വിൻഡോയുടെ ഹൈറ്റ്. അപ്പം 2.10 താഴോട്ടേക്ക് ഒരു 1.50 ഇടുക. ദെൻ അതിൻ്റെ ഒരു വീതി കൂട്ടി കൊടുക്കുക. അപ്പം കാണാൻ പറ്റുന്നല്ലേ? അതുപോലെ ഇവിടെയും സെയിം പ്രൊസീജിയർ തന്നെ. മീൻസ് ഇത് ഞാൻ ചെയ്യുന്ന രീതി കേട്ടോ. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എളുപ്പം തോന്നിയാൽ അത് വിൻഡോ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് അല്ല ഇങ്ങനെ ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രോ ബൂളിന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് വാളിൽ വിൻഡോയുടെ ആ ഒരു സ്പേസ് കാണുന്നത്. കോമ്പൗണ്ടിൽ വന്നു, പ്രോ ബൂളിൽ വന്നു, സ്റ്റാർട്ട് പിക്കിംഗ് കൊടുക്കുന്നു. ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയലൊന്ന് സേവ് ചെയ്യാം. അപ്പം ഡെസ്ക്ടോപ്പിൽ തന്നെ എന്നിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ റൂമിൻ്റെ ഒരു ചുമരും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാണ് വൈറ്റ് കളറാക്കാം. സോ എംപ്രസ് ചെയ്യുന്നു. മീൻസ് നമുക്ക് 3ds Maxൽ സ്ലേറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതല്ലാണ്ട് കോമ്പാക്റ്റ് മെറ്റീരിയൽ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഓപ്ഷൻസ് വന്നു. ഇവിടെ സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇത് ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് കുറേ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണമല്ലോ. അതിനുള്ള സ്ലോട്ടാണ് ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ എനേബിൾ ആക്കിയിട്ടുള്ളത്. സോ ഇതൊന്ന് മാറ്റി വേറെയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിത് റെൻഡർ ചെയ്യുന്നത് D5-ലായിരിക്കും. സോ നമുക്ക് പ്രോപ്പറായിട്ട് മെറ്റീരിയൽ 3ds Max കൊടുത്താൽ D5 കൊടുക്കേണ്ടി വരില്ല. മീൻസ് അത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് ചെയ്യുന്നത്. ഞാനിപ്പം വാളിൻ്റെ കളറും ബാക്കിയുള്ളതൊക്കെ D5-ലായിരിക്കും സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് വ്യത്യാസം വരാൻ വേണ്ടി മാത്രം ഇപ്പം ഡിഫറെൻറ്റ് കളറാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്കേർട്ടിങ് കാണിക്കണമല്ലോ. അതിനായി ഫ്ലോർ എടുത്തു. സ്കേർട്ടിൻ്റെ ടൈൽ വരുന്നത് 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും. സോ 10 കൊടുത്തു. ഇതൊരു 2 സെൻറ്റിമീറ്റർ തിക്നെസ് കാണിച്ചിട്ടുണ്ട്. ദെൻ അത് കറക്റ്റായിട്ട് ആ ചുമരിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചു. അത് തന്നെ റൂമിൻ്റെ 4 സൈഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇത് Alt3 F3 ആട്ടെ പ്രസ് ചെയ്യുന്നത്. വയർ ഫോൺ മോഡിലേക്ക് മാറ്റാം, അതും മറന്നു പോകണ്ട. അപ്പോൾ ഷോർട്ട് കീ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യുമ്പോൾ.
അപ്പോൾ ഇപ്പോൾ വരച്ചേക്കുന്ന സ്കേർട്ടിങ് ടൈല് നമുക്ക് ഒരു ഗ്രൂപ്പാക്കി വെക്കാം. ഫ്ലോറും ഒരു ഗ്രൂപ്പാക്കി, എന്താ വെച്ചാൽ അതിനൊക്കെ ഒരു മെറ്റീരിയലായിരിക്കും ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. സോ അത് ഒറ്റ ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് മീൻസ് നമ്മളിപ്പം ചെയ്ത ഫയൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല, അത് അങ്ങോട്ടേക്കേ പോയിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി സെറ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഒരു സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാൻ. മീൻസ് ഇൻ കേസ് ഇങ്ങനെ സൂം ഔട്ടായി പോവുകയാണെങ്കിൽ കീബോർഡിൽ സെറ്റ് പ്രസ് ചെയ്താൽ അത് എവിടെയുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോയിക്കോളും. സോ ഫയൽ ഒന്നുകൂടി ഒന്ന് സേവ് ആക്കിയിട്ടുണ്ട്. ഇതിലിനിയിപ്പം വിൻഡോയും കാര്യങ്ങളൊക്കെ വേണം. ഞാനിതിലേക്ക് ബെഡ് ഇമ്പോർട്ട് ചെയ്യാണ്. സോ ഞാൻ ബെഡൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ഇമ്പോർട്ട് ചെയ്യട്ടെ. ഇതിപ്പോൾ ഈ ഒരു ബെഡും സൈഡ് ടേബിളാണ് ഞാനിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ഉണ്ടാക്കിയ വാർഡ്രോബും സൈഡ് ടേബിളൊക്കെയാണ്. മീൻസ് ഇതൊക്കെ വരച്ചുണ്ടാക്കിയതാണ്. സോ ഇതും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ലെങ്ത് ഉണ്ടാവും ഈ വീഡിയോക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിവാക്കിയുള്ളത്. മീൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യേണ്ടതെന്ന് അറിയണം താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ അതിനായിട്ട് സെറ്റ് ചെയ്യാം. സോ ഞാനിപ്പം ഈ ഒരു ബെഡ് ഡൗൺലോഡ് ചെയ്തതാണ്. ബാക്കിയുള്ള സൈഡ് ടേബിളും ഈ വാർഡ്രോബും കാര്യങ്ങളൊക്കെ വരച്ചുണ്ടാക്കിയതാണ്. സോ നമുക്ക് ഈ ഒരു ബെഡും ഈ ഒരു സെറ്റ് നമ്മുടെ സീനിലേക്ക് കൊണ്ടുപോകാം. സോ നമുക്കാദ്യം ഈ ഒരു ബെഡ് കോപ്പി ചെയ്യാം. സോ ഞാനിത് ഫയൽ സെലക്ട് ചെയ്തു, കോപ്പിയിലേക്ക് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ സേവ് ആയിട്ടുണ്ട്. സോ നമ്മുടെ വർക്കിംഗ് മോഡലിലേക്ക് വന്നു. ഇവിടെ പേസ്റ്റ് ബട്ടൺ അമർത്തി നമ്മുടെ ബെഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വിത്ത് മെറ്റീരിയൽ ആട്ടോ കൊണ്ടുവന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ, ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങാം കേട്ടോ. ഞാൻ ചെയ്യുന്ന ഫയലും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതല്ല മെറ്റീരിയൽ ആയാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനതിലേക്ക് അപ്ലോഡ് ചെയ്യാം. സോ നമുക്കിതിന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഞാനിത് റൊട്ടേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇതിപ്പം കണ്ടു, ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഡിഗ്രി ലെവലല്ല ചെയ്യുന്നത്. 90, 92 കറക്റ്റായിട്ട്. അത് നമുക്ക് ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കിയാൽ മതി. അതിനായിട്ട് പ്രസ് ചെയ്താൽ അത് ഓൺ ആയിക്കോളും. ഇപ്പോൾ കണ്ടോ 5, 10, 15, 20 മീൻസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓക്കെ, അത് ഹൈഡ് ആയിട്ടുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ നമ്മൾ പ്രസ് ചെയ്താൽ കറക്റ്റ് ആംഗിളിലേക്ക് നമുക്ക് ശരിക്കാൻ പറ്റും. സോ ഞാനത് കറക്റ്റ് 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. F3 പ്രസ് ചെയ്തു, വയർ മോഡിലേക്ക് മാറി. ഇനി ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഞാനിത് ഇവിടത്തേക്ക് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. ഇത് കിങ് സൈസ് ബെഡാണ്. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് കറക്റ്റ് സെൻറ്ററിൽ വെക്കാനാണ് പറഞ്ഞത്. ഇതിപ്പം പ്ലാൻ വരച്ചപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കണം. നമുക്കത് കുറച്ചൊന്ന് റൂമിൻ്റെ സെൻറ്ററിലേക്ക്, അല്ല ബെഡിൻ്റെ സെൻറ്ററിലേക്കായിട്ട് കൊണ്ടുവരാം. അതിനായിട്ട് ഞാൻ കൺവേർട്ട് ഇട്ട് ഉൾപ്പെടെ പ്രസ് ചെയ്തു. ഈ ഒരു വേർട്ടക്സ് സെലക്ട് ചെയ്തു. കുറച്ച് ഒന്നിങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് കറക്റ്റ് ആ ബെഡിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആ ഫയലൊന്ന് സേവ് ചെയ്തു. നമ്മൾ ഈ റൈറ്റ് സൈഡ് ഒരു വിൻഡോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് പ്ലാനിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സോ ഇവിടെ ഒരു വിൻഡോ കൂടിയുണ്ട്. 3 ഡോർ വിൻഡോ ആയിരുന്നു. സോ ഞാനത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ ഒരു ഫുൾ സൈസ് കർട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3Dയിലേക്ക് വന്ന് അതെങ്ങനെ ഇപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് റൂമിൻ്റെ സെൻറ്റർ ഒന്ന് പിടിച്ചാൽ മതി. ഞാനിവിടെ ഒരു ബോക്സ് വരച്ചു. ഇതിലേക്ക് കറക്റ്റ് സെൻറ്റർ വെക്കാൻ വേണ്ടിയിട്ട് 90ലേക്ക് ഒന്ന് കൊടുത്തു. ദെൻ അവിടെ നിന്ന് 150 വിൻഡോൻ്റെ ഹൈറ്റ് വരുന്നത്. സോ അത് 150 കൊടുത്തു. ദെൻ ഇത് രണ്ടും ഡിലീറ്റ് ആക്കി. 3 ഡോർ വിൻഡോ എന്ന് പറയുമ്പം ഒരു 150 മുകളിലുണ്ടാവും. സോ നമുക്കതൊരു 150 കാണിക്കാം. അത്
ഇവിടെ വന്നു സ്റ്റാൻഡിൽ നിന്ന് കോമ്പൗണ്ടിലേക്ക് പോയി പ്രോബിളിനടുത്ത് സ്റ്റാർട്ട് പിക്കിനടുത്ത് പിക്ക് ചെയ്തു. അവിടെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സേവ് ചെയ്യട്ടെ. സോ ഇങ്ങനെയാണ് നമ്മുടെ റൂമിൻ്റെ ലേഔട്ട് വരുന്നത്. ഇനിയിപ്പം ഇവിടെ ഒരു വാർഡ്രോബും ഡ്രസ്സിങ്ങും ഉണ്ട്. സോ ഞാൻ ഇവിടെ വാർഡ്രോബും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണിത് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ വാർഡ്രോബ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ഞാൻ വരച്ചുണ്ടാക്കിയതാട്ടോ. വാർഡ്രോബും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ ചെയ്യാൻ പറ്റുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ അത് നമുക്കൊരു 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്ത് റൂമിലേക്ക് പ്ലേസ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് മൂവ് ചെയ്യേണ്ട. മീൻസ് ഇതിൻ്റെ 2 സൈഡും കേവായിട്ടാണ് വരുന്നത്. സോ അതൊന്ന് ഈ സൈഡ് എങ്ങനെയാണ് കേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മളിപ്പോൾ ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ് എടുത്തേക്കുന്നത്. സോ ഈ സൈഡിൽ നമ്മൾ ഒരു കറക്റ്റായിട്ട് 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബോക്സ് വരക്കുക. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു കേവായിട്ടാണ് വരുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൺവേർട്ട് ടു എഡിറ്റബിൾ ബോർഡിലേക്ക് മാറ്റുക. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഹെഡ്ജ് സെലക്ട് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു ഹെഡ്ജാണ് കേവ് ചെയ്യേണ്ടത്. സോ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ചാംഫർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് കേവായിട്ട് മാറും. കണ്ടോ, അത് ഞാനൊരു 5 തന്നെ ഇട്ട്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യില്ല. അത് ഈ ഒരു വാല്യൂ കൂടി ചേഞ്ച് കൊടുത്താൽ മതി. അതൊരു 20-ലിട്ടാൽ നമുക്കത് കേവായിട്ട് കിട്ടും. കണ്ടോ, അങ്ങനെയാണ് ഈ സൈഡ് കേവാക്കാൻ വേണ്ടിയിട്ട് 3ds Maxൽ ആ ഒരു ടൂളാണ് യൂസ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെ ഇതിന് അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഞാൻ വേറൊരു സ്ലോട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ക് ബട്ടൺ എടുത്തു, ഇതിൽ നിന്ന് ഇത് പിക്ക് ചെയ്തു, ഇവിടെ വന്നു അപ്ലൈ കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് സൈഡിൽ കർട്ടനും കാര്യങ്ങളുമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് പ്ലേസ് ചെയ്യണം. അപ്പോൾ കർട്ടനും റൂമിലൊക്കെ ആവശ്യമുള്ള ബാക്കിയുള്ള സീലിംഗ് ലൈറ്റും ഞാനിപ്പോൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എസിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ്. സോ ഈ ഒരു കർട്ടൻ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പ്ലേസ് ചെയ്യാം. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ദെൻ റൂമിലേക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. വിൻഡോയുടെ മുമ്പിലായിട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി വേണ്ടത് ഇവിടെ ഒരു ഫുൾ ഹൈറ്റ് മിറർ വർക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ബോക്സ് വെച്ചിട്ടാണ് ചെയ്യാം. സോ 2:10 മതി. അതിനൊരു വീതി 60 സെൻറ്റിമീറ്റർ നോട്ടെ. അപ്പം ഇതിൻ്റെ സൈഡ് കേവായിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നു. സോ ഞാനത് കൺവേർട്ട് എഡിറ്റബിൾ ബോർഡാക്കിയുണ്ട്. ഹെഡ്ജ് എടുത്തു, ഇവിടെ 4 2 ക്ലിക്ക് ചെയ്തു. ഇവിടെ ചാംഫറിൽ വന്നു. ഇവിടെ ഒരു എഡ്ജ് വാല്യൂ ഒരു 10 കൊടുത്തു. അതിൻ്റെ അടിയിലുള്ള കണക്റ്റ് വാല്യൂ ഒരു 20 കൊടുത്തു. അത് തന്നെ താഴെയും ചെയ്യാണ്. ചാംഫർ 10, 20. ഓക്കെ, ഇത് മിററാക്കാം.
അപ്പം നമുക്ക് ഇതിനൊരു ബോർഡർ കൂടി ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കുക, പോളിഗൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഒരു ഇൻസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ നമുക്ക് അത്ര സെൻറ്റിമീറ്റർ ആണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. മീൻസ് നമ്മുടെ ഒരു ബോർഡറിന് എത്ര തിക്നെസ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.8 കാണിക്കുകയാണ്. സോ അത് കറക്റ്റായിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു എക്സ്ട്രൂഡിലേക്ക് വന്നാൽ അതൊരു മൈനസ് വാല്യൂയിലേക്ക് മാറ്റിയാൽ കുറച്ചൊന്ന് ഉള്ളിലേക്ക് കയറി നിൽക്കും. ഞാനിപ്പോൾ ഒരു -0.5 കൊടുക്കാം. കണ്ടോ, അത് ഉള്ളിലേക്ക് കയറി നിന്നിട്ട് മീൻസ് നമ്മളൊരു ബോർഡർ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കിട്ടും. ഇനി ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. സോ അതിനൊരു മനസ്സിലാൻ വേണ്ടി കൊടുത്തു. നടുക്ക് വരുന്ന പോർഷൻ നമുക്ക് മിററാണ്. സോ അത് പോളിഗൺ സെലക്ട് ചെയ്ത് അത് മാത്രം ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. മീൻസ് ഞാൻ മെറ്റീരിയലൊക്കെ കൊടുക്കാൻ പോകുന്നത് D5 അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഈ നടുക്ക് മിററും വന്നു, കാര്യങ്ങളും വന്നു. അപ്പോൾ നമ്മുടെ ബേസിക് മെറ്റീരിയൽ അപ്ലൈ അല്ല ഫർണിച്ചർ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ 2 ചെയറും കൂടി വേണം, അതൊന്നും സെറ്റാക്കാനുണ്ട്. സോ ഇനി മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഡോറാണ്. അപ്പോൾ ഞാൻ ഡോർ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം സോ നമുക്ക് ഈ ഒരു സ്പേസിന്, ഇത് ടോയ്ലറ്റിൻ്റെ ഡോർ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 80 സെൻറ്റിമീറ്റർ തന്നെ കൊടുത്തുള്ളൂ. അപ്പം നമുക്ക് കട്ടിലാരൊക്കെ ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ കാണിച്ചാൽ മതിയാവും. 6 സെൻറ്റിമീറ്റർ അത് തന്നെ എടുത്ത് അപ്പുറം കൊണ്ട് വെച്ചു. 6 സെൻറ്റിമീറ്റർ. സോ ഇതിന് നമുക്കൊരു വുഡൻ ഫിനിഷ് കൊടുക്കാം. അതിനായിട്ട് വേറൊരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വീറേ മെറ്റീരിയൽ കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഐക്കൺ വീറേ മെറ്റീരിയൽ ആക്കണം. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെയുള്ള ഈ ഫിസിക്കൽ മെറ്റീരിയൽ ശ്രദ്ധിച്ചെടുക്കാം. സോ കണ്ടോ, വീറേ മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് നമുക്കൊരു വുഡൻ കളർ അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഈ ഒരു സ്ലോട്ടിൽ നിന്ന് എടുക്കാം. ഏത് നമ്മുടെ കോസ്മോസ് ബ്രൗസറിൽ തന്നെ വുഡൻ ഫിനിഷ് ഉണ്ടാവും. ഇവിടെ മെറ്റീരിയൽ ഓളസെറ്റിൽ വന്നു. മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വുഡിൻ്റെ സെലക്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് വേണ്ടത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം തൽക്കാലം ഇവിടെ നിന്ന് തന്നെ ഒന്ന് എടുത്തിട്ട് ചെയ്യാം. സോ ഞാൻ ഈ ഒരു വുഡ് 1302 എന്നുള്ളത് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചു. ഇതാണ് നമ്മുടെ സീനിൽ ഉപയോഗിക്കുന്ന ഒരു വുഡ് മെറ്റീരിയൽ. നമുക്ക് വന്നിട്ട് കാറ്റലോഗ് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇതിൻ്റെ മാപ്പ് സ്കെയിൽ ഒന്ന് 100ലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതെങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പ്രോപ്പർ ഡോറ് കൂടെ ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഡിസൈൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാനതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് 24 ആവശ്യമില്ല, നമുക്കൊരു 4 സെൻറ്റിമീറ്റർ മതിയാവും. സോ അത് ഡ്രാഗ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിതിനൊക്കെ ഹാൻഡിൽ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അഗെയിൻ കോസ്മോസ് ബ്രൗസറിലേക്ക് വന്നു, ഓളസെറ്റിൽ വന്നു, ഇവിടെ 3D മോഡലിലേക്ക് വന്നു. ഇതിൽ ഡോർ ഉണ്ടാവും. സോ നമുക്ക് ഡോറിനൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എനിക്ക് ഈ ഒരു ഡോറ് ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രിയിലേക്ക് വെച്ചു. എനിക്ക് ഈ ഹാൻഡിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ ഡോറ് എന്തൊക്കെ നമുക്കിത് തന്നെ യൂസ് ചെയ്യാം, പക്ഷേ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് ഇത് ഡോറ് മാത്രമേ കൊണ്ടു. അപ്പം ഈ കോസ്മോസ് ബ്രൗസറിൽ വരുന്ന 3D ഒറ്റ സെലക്ഷനായിട്ടായിരിക്കും. അതിന് മുമ്പ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോസ്മോസ് ബ്രൗസറിൽ നിന്ന് ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് 3ds Maxനെ റെൻഡർ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല നിങ്ങൾ വേറൊരു റെൻഡറിങ് സോഫ്റ്റ്വെയറിലേക്ക് ലൂമിയോണോ അല്ലെങ്കിൽ D5 മീൻസ് എങ്ങനെയാണ് ഇതിലേക്കാണ് സ്കെച്ചപ്പ് ആണെങ്കിൽ എൻസ്കേപ്പിലേക്കായിരിക്കും. സോ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് പ്രിവ്യൂ ടൈപ്പ് കണ്ടോ, ഇത് നമ്മളെപ്പോഴും ഷോ ഹോൾ മെഷ് ചെയ്ത് മാറ്റണം. അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം.
ഒന്നുകൂടെ ഞാനൊരു കോസ്മോസ് ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ വേറൊരു മോഡൽ കാണിച്ചു തരാം. ഇത് ഞാനിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച മോഡൽസ് ആണ് കേട്ടോ. അത് ഓക്കെ. ഈ ഒരു ബൊമ്മ കണ്ടോ, കാണാൻ പറ്റില്ല നിങ്ങൾക്ക്? ഇത് പ്രിവ്യൂ ഫയൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതേസമയം നമ്മളത് ഷോ ഫുൾ മെഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് മാറിയിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. മീൻസ് നമുക്ക് ഈ ഒരു ഫയലാണ് D5 ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, അല്ല ഈ ഒരു ഫുൾ മെഷ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ഫീൽ കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മെഷ് ഇത് നമുക്ക് സെറ്റിങ്ങിൽ ഡിഫോൾട്ടായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇതെപ്പോഴും ഫുൾ മെഷിലേക്ക് മാറ്റിയിടുക. ഓക്കെ, അങ്ങനെ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ എടുക്കേണ്ടതായിരുന്നു. സോ അത് കൺവേർട്ട് ടു ഹെഡ് ഔട്ട് കൂടി ആക്കുക. ഈ ലാസ്റ്റത്തെ എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എലമെൻറ്റ് വന്നിട്ട് നമ്മളിപ്പോൾ വേണ്ടാത്ത ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം ഈ ഒരു ഡോർ ഹാൻഡിൽ മാത്രമേ ആവശ്യമുള്ളൂ. സോ അത് മാത്രം വെച്ചിട്ട് ബാക്കി ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ സെലക്ഷൻ പോയിന്റ് പോകുന്നത് ഇങ്ങോട്ട് താഴെയാണുള്ളത്. മീൻസ് ആ ഒരു ഡോറിൻ്റെ സെൻട്രൽ പൊസിഷനിലേക്ക് വന്നത് കറക്റ്റ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് എത്തിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു ഹൈറാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് തൊടുക. എഫക്റ്റ് പിവറ്റ് ഓൺലി, അതിൽ സെൻറ്റർ ടു ഒബ്ജക്റ്റ് കൊടുത്താൽ അത് കറക്റ്റ് സെൻറ്ററായിട്ട് വന്ന് നിൽക്കും. അപ്പം നമുക്കത് ഡോർ ഹാൻഡിലിൻ്റെ അടുത്തേക്ക് പ്ലേസ് ചെയ്യാം. അപ്പം ഡോറിൻ്റെ ഹൈറ്റ്, ഹാൻഡിലിൻ്റെ ഹൈറ്റ് ഒരു 90 സെൻറ്റിമീറ്ററാണ് ഉണ്ടാവുക. അത് നമുക്കൊരു 90 പ്ലേസ് ചെയ്ത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ അതൊന്ന് 90ലേക്ക് പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, ടോപ്പ് വ്യൂയിലേക്ക് വന്ന് കറക്റ്റായിട്ട് അതൊന്ന് ഇപ്പുറം കാണുന്ന രീതിയിൽ വെച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ, കുറച്ച് പുറത്തേക്ക് വെച്ചാൽ മതി. ഓക്കെ, ഇതിനും ഒരു വുഡൻ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. ഇത് ഫൈനൽ ഔട്ട്ലിങ് ഈ ഒരു കളർ ആയിരിക്കത്തില്ല കേട്ടോ, ഞാനിപ്പം ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. ഇവിടെ ഒരു 2 വെർട്ടിക്കൽ ലൈനും കൂടി ഒരു സ്ട്രിപ്പ് ടീ പ്രൊഫൈലോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ഭംഗിയാക്കാതെ. അതിനായിട്ട് എനിക്ക് ചെയ്യാൻ പോകുന്നത് ഒരു 1 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ 2 ലൈൻ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ 2 ലൈന് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരച്ചിട്ടുണ്ട്. അതിനായിട്ട് എടുത്ത ബോക്സാണ്. സോ ഇത് ബൂളിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളിലേക്ക് ബൂളിങ് ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു ഉള്ളിൽ കയറി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത്രയും ബൂളിങ് ചെയ്യണ്ടോ. സോ ഞാനതിന് എടുക്കുന്നു. കോമ്പൗണ്ട് ബൂള് സ്റ്റാർട്ട് പിക്കിങ്, അത് പിക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺവേർട്ട് ടു ഹെഡ് ഔട്ട് കൂടി ആക്കിയാൽ പോളിഗൺ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഒരു ഭാഗത്തേക്ക് വരണം. ഇത് ഇൻ കേസ് ഇങ്ങനെ വന്നിട്ടില്ല എന്നാണെങ്കിൽ ഓരോ പോളിഗണായിട്ട് സെലക്ട് ചെയ്താൽ മതിയാവും. എന്നിട്ട് അതിന് വേറൊരു കളർ ഞാനിപ്പോൾ കൊടുക്കുകയാണ്, ഒരു ബ്ലാക്ക് തന്നെ വന്നോട്ടെ. വന്നിട്ട് ഗോൾഡൻ സ്ട്രിപ്പിലേക്ക് അത് മാറ്റാതെ. സോ ഇതാണ് നമ്മുടെ ബാത്റൂം ഡോർ വരുന്നത്. ഈ ഒരു സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഇപ്പുറത്തെ മെയിൻ ഡോറിലായിട്ട് കാണിക്കാം. അതൊന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ കോപ്പി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി ആക്കി കറക്റ്റ് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ടുണ്ട്. അളവിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനൊറ്റ ഗ്രൂപ്പായിട്ട് ഏറ്റവും കൂടി എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് ഈ ഒരു ഓപ്ഷൻ വരിക കേട്ടോ. അറ്റാച്ച് എടുത്തു, ഇത് 3 ഗ്രൂപ്പാക്കി. ദെൻ ഒന്ന് പ്രസ് ചെയ്താൽ വേർട്ടെക്സിലേക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് ഈ ഒരു മോഡിഫയറിലേക്ക് വന്നാൽ ഇവിടെ വന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിന് സുഖമായിട്ടുള്ളത് ഷോർട്ട് കീ പഠിച്ചാൽ മതി. മീൻസ് നമുക്ക്
ഒന്ന് പ്രസ് ചെയ്താൽ വേർട്ടെക്സ് കിട്ടും, രണ്ടാമത് എഡ്ജ് ആയിരിക്കും, മൂന്നാമത് ബോർഡർ ആയിരിക്കും, നാലാമത് പോളിഗൺ, 5 എലമെൻറ്റ്. അത് പഠിച്ചാൽ മതി. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേർട്ടെക്സിലേക്ക് എടുത്ത് ഇതൊന്ന് കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ദെൻ സെയിം സംഭവം ഇവിടെയും സെറ്റ് ആക്കുന്നുണ്ട്. വേർട്ടെക്സ് ഒന്ന് മൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ റൂമിലേക്കുള്ള ഡോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ആക്കാനുള്ളത് ഇനി വിൻഡോ ഒന്ന് സെറ്റാക്കണം. നമുക്കിപ്പോൾ ഈ ഒരു ചുമര് മാത്രമേ ആവശ്യമുള്ളൂ. സോ അത് സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഹൈഡ് അൺസെലക്റ്റഡ് കൊടുത്താൽ അതൊഴിച്ച് ബാക്കി സീനിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഹൈഡ് ആയിക്കോളും. ഇനി അത് മാത്രമാണ് നമുക്ക് ഹൈഡ് ആക്കേണ്ടത്, ഹൈഡ് സെലക്ഷൻ കൊടുത്താൽ മതി. സോ അത് മാത്രം ഹൈഡ് ആവും. എനിക്ക് വേണ്ടത് ഹൈഡ് അൺസെലക്റ്റഡ്, അത് മാത്രമേ വേണ്ടൂ. സോ ഇനിയിപ്പോൾ ഞാനൊരു ബേസിക്കായിട്ടൊരു വിൻഡോ വരക്കാൻ ഉദ്ദേശിക്കുന്നു. ബോക്സ് സ്നാപ്പ് ഓൺ ആക്കി ഒരു 6 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുത്തു. ഇതൊക്കെ നമുക്ക് മെഷ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. വിൻഡോ UPVC വിൻഡോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. എളുപ്പപ്പണി അതായിരിക്കും. സോ ഞാനിപ്പോൾ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. നമുക്ക് 24 എന്നുള്ളത് ഒരു 10 ആക്കാം. 24 എന്നുള്ളതൊരു 10 ആക്കി. അത് കറക്റ്റ് റെഡ്സിലേക്ക് മാറ്റി പത്ത് വേണ്ട, അത് 6 കൊണ്ടു. സോ 10 എന്നുള്ളത് 6 താഴെയായിരുന്നു, 6 ഇത് നമ്മൾ ഇതിന് മുമ്പിൽ എന്തായാലും ഒരു ബ്ലൈൻഡ്സ് കർട്ടൻ ഇടും. സോ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് വിൻഡോ സെറ്റ് ആക്കണമെന്നില്ല. ഇതിന് മുമ്പിൽ ബ്ലൈൻഡ്സ് കർട്ടൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടും ഇത് കാര്യമില്ല. സോ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബേസായിട്ടൊന്ന് പറഞ്ഞു തരുന്നതായിരുന്നു. ഇങ്ങനെയാണ് ഇത് ബോർഡർ സെറ്റ് ആക്കുക. ദെൻ അതൊക്കെ ഗ്രൂപ്പാക്കും. ഇതിന് മെറ്റീരിയൽ വുഡ് തന്നെ നമുക്ക് കേട്ടോ. നമുക്ക് ഇതെല്ലാം ഞാനിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച മെറ്റീരിയൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇത് വിരലേക്ക് മാറ്റുന്നു, ഡിഫ്യൂസിൽ ഈ ഒരു സ്ലോട്ടിലേക്ക് വരുന്നു. ദെൻ ഇവിടെ ജനറലിൽ ബിറ്റ് മാപ്പ് ഉണ്ടാവും, അത് ഓക്കെ അടിക്കുന്നു. സോ നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പോകും. അപ്പം നിങ്ങൾ ഏത് ഫോൾഡറിലാണോ സെറ്റാക്കി വെച്ചേക്കുന്നത് അത് പാത്ത് കറക്റ്റായിട്ട് ചൂസ് ചെയ്താൽ മതി. ഞാനിപ്പം ഇത് കൊടുക്കാൻ തോന്നുന്നു. സോ ഇത് കൊടുത്തു. ഇത് മാപ്പ് സ്കെയിലിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. ഞാനിപ്പം ഇത് പ്ലേസ് ചെയ്യുന്നത് സിലിണ്ടർ അതെടുത്തെന്ന് വെച്ചാൽ സൈഡിൽ ബോക്സിൽ താഴെ സിലിണ്ടർ എടുക്കുന്നു. അതിനിപ്പം ഇതിൻ്റെ ഒരു റേഡിയസ് നമ്മൾ ഒരു 2 സെൻറ്റിമീറ്റർ ആക്കും. 2 വേണ്ട, 1 മതി. ഇതൊരു 100 കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു 95 കൊടുക്കുന്നു. റൊട്ടേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു 12 എണ്ണം ഒക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മുടെ അഴികൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് വിൻഡോയുടെ. അതിനും ഒരു കളർ സെറ്റ് എടുക്കുക. ഇത് ഞാനിപ്പം വൈറ്റാണ് കൊടുത്തേക്കുന്നത്. അതൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ പുറകിലെ ഗ്ലാസ്സാണ് ചെയ്യേണ്ടത്. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് അതിങ്ങനെ തിക്നെസ് ഒന്ന് കൂട്ടിക്കൊടുത്ത് മെറ്റീരിയൽ വന്നു. ഇവിടെ തന്നെ വീരനെറ്റിൽ വന്നു. ഇവിടെ സ്പ്രേ സെറ്റ് എന്നിട്ട് സെറ്റ് ഉണ്ട്. കസ്റ്റം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഗ്ലാസ് ആയി കൊടുത്താൽ ആ ഗ്ലാസ് നെറ്റിലേക്ക് മാറിക്കോളും കേട്ടോ. അങ്ങനെയാണത് ചെയ്യുക. സോ നമുക്കിപ്പോൾ ഇത് അൺഹൈഡോട് കൊടുത്തിട്ട് ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ,
ഇതിന് മുമ്പിൽ കർട്ടൻ വരുന്നത് കൊണ്ട് നമുക്ക് വിൻഡോ കാണത്തില്ല. സോ അതുകൊണ്ടാണ് ഞാനിത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തത്. നമുക്ക് ചില കേസിൽ കർട്ടനൊക്കെ പൊന്തിച്ചിട്ട് അല്ലെങ്കിൽ കർട്ടനില്ലാതെ വിൻഡോ മാത്രം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കേസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണുപണിയിടാന്നുള്ള രീതിയിൽ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇങ്ങനെയാണിത് 3 ഡോറിന് സെറ്റ് ആയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പം വരച്ച 3 ഡോറും കൂടി ഒന്ന് കോപ്പി ചെയ്തിട്ട് അത് നമ്മുടെ ഇപ്പുറത്തെ ചുമരിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാം. ഇതൊന്ന് ഇതാക്കട്ടെ. സ്നാപ്പ് ഓൺ ആക്കിയിട്ട് നമ്മളിവിടെ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തു. സോ ഓക്കെ, നമ്മുടെ ബേസിക് ആയിട്ട് ഇനി ഇവിടെ 2 ചെയർ കൂടി വരാനുണ്ട് കേട്ടോ. അതും കൂടാതെ നമുക്ക് വുഡൻ പാനൽ വിൻഡോ പാനലും കൂടി ചെയ്യേണ്ട. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സെയിം ബോക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്നാപ്പ് ഓൺ ആക്കുന്നത് താഴത്തേക്ക് ഒരു 4 സെൻറ്റിമീറ്റർ മതിയാവും. അതിന് തിക്നെസ് 1.8. അതൊരു പ്ലൈവുഡിൻ്റെ തിക്നെസ്സാണ് വരിക. സോ 1.8 അത് കോപ്പി ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്തു. വേറൊരു ബോക്സും കൂടി എടുത്തു. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. ഒരു 4 സെൻറ്റിമീറ്റർ തന്നെ കാണിച്ചു. നാൽപ്പതായിപ്പോയി. സോ അത് 4ലേക്ക് മാറ്റിയിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഞാൻ ഒറ്റ സെലക്ഷന് കിട്ടാൻ വേണ്ടിയിട്ട് കൺവേർട്ട് എടുക്കും. ഇത് ഗ്രൂപ്പ് ആക്കുന്നതിലും നല്ലത് കൺവേർട്ട് പോളി ആക്കിയിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് നമുക്ക് എപ്പോഴും അൺഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി അത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് വിൻഡോയിലേക്ക് കൊണ്ടുപോയി വേർട്ടക്സ് കിട്ടാൻ ഒന്ന് പ്രസ് ചെയ്തു. അത് അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. അതിന് നമ്മൾ വുഡൻ മെറ്റീരിയൽ അപ്ലൈ ചെയ്തു. അതൊന്ന് മാപ്പ് സ്കെയിൽ ചെയ്യണം. മാപ്പ് സ്കെയിലർ വന്നു. സോ ഓക്കെ, ഫൈൻ. സി നമ്മുടെ റൂം എങ്ങനെയാണ് വരിക. ഇവിടെ കർട്ടൻ വരുന്നതുകൊണ്ട് അതിന് പാനൽ ചെയ്യണമെന്നില്ല. സോ മീൻസ് നമ്മുടെ 3D കാണുന്നത് നമ്മളെപ്പോഴും നിങ്ങളുടെ കയ്യിലൊക്കെ പലരുടെയും കയ്യിൽ പല കപ്പാസിറ്റിയിലുള്ള സിസ്റ്റം ആയിരിക്കും. സോ നമുക്ക് ഒരു സീനിൽ എന്താണോ ആവശ്യം അത് മാത്രം ചേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഫയലിൻ്റെ സൈസ് എപ്പോഴും കുറക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ കസ്റ്റമൈസ് പ്രിഫറൻസിൽ വന്നിട്ട് ഇവിടെ ഫയൽസ് വന്ന് ഈ ഒരു കംപ്രസ് എന്ന് പറഞ്ഞൊരു കംപ്രസ് ഓൺ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, അതെപ്പോഴും ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓഫാക്കി വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ അത് ഓണാക്കി വെച്ചാൽ നമ്മുടെ ഫയൽ സൈസ് വല്ലാണ്ടങ്ങ് കൂടത്തില്ല. മീൻസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലരുടെയൊക്കെ ഫയൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് 1 GB ഒക്കെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കുന്നതാണെങ്കിൽ അതൊരു 400 MB 500 MB ഒതുക്കാൻ പറ്റും. ഇനി ഇവിടത്തേക്ക് ബ്ലൈൻഡ്സ് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാനിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഈ ഒരു സീന് അല്ലെങ്കിൽ ഈ ഒരു പ്ലാനും കൂടി അത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് വർക്ക് എപ്പോഴും പഠിക്കാൻ പറ്റത്തുള്ളൂ. മീൻസ് വീഡിയോ കാണുന്നത് ഓക്കെ ശരിയാണ്, പക്ഷെ എന്നാൽ കൂടിയും അതൊന്നൊന്ന് ചെയ്ത് പഠിച്ചാൽ നമ്മുടെ വർക്കിൽ അത് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കത് എപ്പോഴും ഓർമ്മയൊക്കെ ഉണ്ടാകത്തുള്ളൂ. സോ ഞാനിതിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം വൈറ്റ് കളറാണ്. സോ ഞാൻ ഇത് 6 കേട്ടോ പ്രസ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്കെയിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ 6 ഷോർട്ട് കീ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞങ്ങൾക്ക് ഷോർട്ട് കീ യൂസ് ചെയ്ത്
ഇത് ഈ ഒരു ഓപ്ഷനാണ് സംഭവം, സെലക്ട് ആൻഡ് നോൺ യൂണിഫോം സ്കെയിൽ. ഈ ഒരു സംഭവമാണ് അത് 6. അപ്പോൾ എനിക്ക് ടൂൾസൊക്കെ എന്താണെന്നറിയാം, പക്ഷേ ആരെങ്കിലും വന്ന് ഇത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പക്ഷേ പറയാൻ പറ്റുന്ന തരത്തില്ല. ഇതിൻ്റെ പേര് ചോദിച്ചാൽ മീൻസ് അതെൻ്റെ പ്രശ്നമാണ്. അത് നമ്മുടെ വർക്കിനെ ഒരു തരത്തിലും ബാധിക്കാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. സോ ഓക്കെ, ഞാൻ എന്തൊക്കെയോ പറയാൻ തുടങ്ങി, അത് ടോപ്പിക്ക് മാറിപ്പോയി. സോ ഇനി ഇതിലേക്ക് എന്താ വേണ്ടേ, AC പ്ലേസ് ചെയ്യണം. AC ഞാൻ ഇവിടെ ACയും ഫാനും കൊണ്ടുവച്ചിട്ടുണ്ട്. സോ AC നമുക്ക് ആ ഒരു വിൻഡോയുടെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. പ്രസ് ചെയ്യുന്നു, അത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ W പ്രസ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു കറക്റ്റായിട്ട്. ദെൻ ടോപ്പ് വ്യൂയിലേക്ക് വരുന്നു, Z പ്രസ് ചെയ്യുന്നു. എവിടെ സാധനം ഇവിടെ. ഓക്കെ, കറക്റ്റായിട്ട് റൂമിൻ്റെ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യുന്നു. ഇനി വേണ്ടത് ഒരു ക്യാമറ ആഡ് ചെയ്യാൻ അറിയായിരിക്കുമല്ലോ അല്ലേ. നമ്മളെ റൈറ്റ് സൈഡിൽ ഈ ഒരു ബട്ടണിൽ 1 2 3 4ാമത്തത് ക്യാമറ എന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഫിസിക്കൽ ടാർഗറ്റ് ഫ്രീ. കൊറോണ ഞാൻ അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ. കൊറോണ ഈ ഒരു 3 ഓപ്ഷൻ നിങ്ങൾക്ക് എന്തായാലും മീൻസ് വീറെ ഇൻസ്റ്റാൾ ചെയ്തിട്ടും കൂടിയും ഇതുണ്ടാവും. ഇത് അർനോൾഡ് റെൻഡർ എഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു. അർനോൾഡ് എന്ന് വെച്ചാൽ F10 പ്രസ് ചെയ്താൽ നമ്മളെ റെൻഡർ സോഫ്റ്റ്വെയർ വരും. അസൈൻ റെൻഡറിൽ കണ്ടത് ഇതിപ്പം വേറെ സെറ്റാക്കി വെച്ചിട്ടാണ്. ആക്റ്റീവ് ഷെയ്ഡ് അർനോൾഡ് എന്നുണ്ട്, അതിൻ്റെ ആയിരിക്കണം അത്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല. നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പം വീറയിലൊക്കെ വരുന്നത് ഇവിടെ സ്റ്റാൻഡേർഡിൽ ഡിഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡിലുണ്ടാവുക, അത് വീറെ എടുക്കുന്നു, വേറെ ഫിസിക്കൽ ക്യാം. അത് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയാണ് ഇത് ഇപ്പോൾ എടുക്കുക. പക്ഷെ നമ്മളെ റൂമിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പം അതിന് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ചെയ്യുന്നൊരു ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് സ്ക്രീനൊന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് അത് ആംഗിൾ സെറ്റാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെലക്ട് ക്യാമറ വന്നാൽ നമുക്ക് ഈ ഒരു ഐക്കൺ കിട്ടും, ടൂൾസ് കിട്ടും. സോ ഇതിൽ 36 എന്നുള്ളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു റൂം വരുന്നത്. ഇതിൽ ഫ്ലോർ മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ സ്ലോട്ട് ഒന്നുകൂടെ തുറന്നു, പുതിയൊരു സ്ലോട്ട് തുറന്നു, അത് വീറയിലേക്ക് മാറ്റി ബിറ്റ് മാപ്പ് എടുത്തു. തൽക്കാലത്തേക്ക് ഇത് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ റെൻഡർ ചെയ്യുന്നത് D5-ലായിരിക്കും. സോ അതിനായിരിക്കും ഞാൻ ഫൈനൽ മെറ്റീരിയലൊക്കെ അപ്ലൈ ചെയ്യുക. ടോപ്പ് ഒന്ന് മാപ്പ് സ്കെയിൽ ചെയ്യണം, ഒന്ന് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, വന്നിട്ടുണ്ട്. അയ്യോ, ഞാനൊരു മണ്ടത്തരം കാണിച്ചോട്ടോ. മീൻസ് ഇതൊക്കെ ഒറ്റ ഗ്രൂപ്പായിരുന്നല്ലോ. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ Ctrl-Z അടിച്ചാൽ പാക്ക് പോകും കേട്ടോ. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇത് മെറ്റീരിയൽ കൊടുക്കുന്നതിന് മുമ്പ്. ഓക്കെ, ഇതൊന്ന് അൺഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ, എന്നിട്ട് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ഒറ്റ സെലക്ഷൻ ആക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് മാപ്പ് സ്കെയിൽ കൊടുത്തു. ഇവിടെ വന്നിട്ടില്ലേ? ഓക്കെ, സെറ്റായിട്ടുണ്ട്. വീണ്ടും ഗ്രൂപ്പ് ചെയ്ത് ഇനി നമുക്ക് വേണ്ടത് ഇത് കുറച്ചൊന്ന് വൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. കുറച്ചൊന്ന് വൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളായിട്ടുണ്ട്, മിററായിട്ടുണ്ട്. ഇതിനൊരു ബോർഡർ നമുക്കൊരു വുഡൻ ഫിനിഷ് തന്നെ കൊടുക്കാം. സോ പോളിഗൺ സെലക്ട് ചെയ്തു, നടുക്കത്ത് സെലക്ട് ചെയ്തു, അത് മാത്രം നമ്മൾ മിററാക്കിയിട്ടുണ്ട്. ഇവിടെ സ്വിച്ചും ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സീലിംഗ് നമുക്ക് തൽക്കാലം ഇത് തന്നെ വെക്കാം.
കറക്റ്റായിട്ട് അവിടെ വെക്കുക. അത് കഴിഞ്ഞ് താഴോട്ടേക്ക് ഒരു 20 സെൻറ്റിമീറ്റർ കാണിക്കും. അപ്പം മീൻസ് ഇത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ക്ലൈൻറ്റ് അങ്ങോട്ട് ചെയ്ത് കൊടുത്ത കാര്യമാണിത്. സോ അതൊന്ന് വൈറ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു 2 ചെയറും വേണം. കൂടാതെ ഈയൊരു ഇവിടെ കണ്ടോ, ഞാൻ ഇവിടെ ഒരു ഫ്രെയിം കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇവിടെ നമുക്ക് ബ്ലാങ്ക് ആയിട്ടാണല്ലോ കിടക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് പിന്നെ ഹൈറ്റ് ഒരു 300 തന്നെ നോട്ടെ. 300 വേണ്ടല്ലോ. 200, 300, 250, 290, 250 കാണിക്കാം. 250 നമുക്ക് ആവശ്യമില്ല. സോ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യണം. ഇത് കണ്ടോ, ഇത് നമ്മളിപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ടും ഇത് കറക്റ്റ് ഫ്രണ്ടായിട്ട് നമുക്ക് കാണുന്നില്ല. അത് കാണാൻ വേണ്ടി നമുക്ക് യു പ്രസ് ചെയ്താൽ മതി. കണ്ടോ ഒരു വ്യത്യാസം? അത് ഞാൻ ഇനി വേറൊരു അവസരത്തിൽ പറഞ്ഞുതരാം കേട്ടോ. യു പ്രസ് ചെയ്താൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂവിലൊക്കെ വന്നിട്ട് ഫ്രണ്ട് വ്യൂ ആയിട്ടില്ല എന്നാണ് ചെറിയൊരു ചെരുവൊക്കെ ഉണ്ടെങ്കിൽ അത് യു പ്രസ് ചെയ്താൽ ശരിയാവും. അതെന്താണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. പക്ഷേ അങ്ങനെ അത് ശരിയാവാറുണ്ട്. ഓക്കെ, ഇതിന് ഇനിയിപ്പോൾ നമുക്കൊരു ബോർഡർ കാണിക്കാം. കണ്ടിട്ട് എഡിറ്റർ ബോഡി ഇത് ഇൻസെറ്റ് ബോർഡർ ഒരു 3 സെൻറ്റിമീറ്റർ നിന്നോട്ടെ. സോ അത് ബട്ടൺ ഫിനിഷ് തന്നെയാകാം. ഞാൻ ബാക്കിയുള്ള ബോർഡർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് എക്സ്ട്രൂഡ് കൊടുക്കുന്നുണ്ട്. ഒരു 1 സെൻറ്റിമീറ്റർ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്ന രീതിയിൽ. എന്നിട്ട് ഇതിന് മൊത്തത്തിൽ ഞാനൊരു വുഡൻ മെറ്റീരിയൽ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് പോളിഗൺ സെലക്ട് ചെയ്ത് നടുക്കത്തത് മാത്രം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ബിഗ് ഡെസ്ക്ടോപ്പിൽ വന്നു. സോ ഇതിൽ ന്യൂ ഫോൾഡർ ടു ടെക്സ്ചർ. ഈ ഒരു പിക്ചർ ഉണ്ടോ, ഞാനിപ്പോൾ ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീൻ എങ്ങനെ വരുവാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെയാണ് വരിക. അപ്പം നമുക്കിത് ഇത്രയും വീതി ആവശ്യമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ഇവിടെ 2 സോഫ കൂടി, 2 സിംഗിൾ ചെയർ കൂടി വേണം. നമുക്കത് ഇതിൽ തന്നെ ഉണ്ടോ നോക്കാം. ഓസ്മോ ബ്രൗസറിൽ വന്നു, ഐക്കൺ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു, ഫർണിച്ചറിൽ വന്നു. ഇതിൽ സോഫ ആം ചെയർസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ പറ്റിയ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. സിംഗിൾ ചെയർ കൊണ്ടു അതിൽ നോക്കിയിട്ട് കാണുന്നില്ല. ചെയർ കൂടി ഒന്ന് നോക്കാം. നമുക്ക് ചെയർ എടുക്കുമ്പം കുറച്ചധികം ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഒന്ന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാനിപ്പം നിലവിൽ നമുക്ക് ഈ ഒരു ചെയർ യൂസ് ചെയ്യാൻ തോന്നുന്നു. സോ ഞാനത് ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കോപ്പി ചെയ്യാൻ. ഞാനിത് എന്താണ് ഇങ്ങനെ കോപ്പി ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ഇതാ ഇവിടെ ഫയൽ വന്നു, ഇമ്പോർട്ടിൽ മറിച്ചൊക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അവിടെ എഡിറ്റും കൂടി ചെയ്തിട്ട് ആണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കോപ്പി ചെയ്യുന്നത്. മീൻസ് നിങ്ങൾക്ക് ഈ കോപ്പി പേസ്റ്റ് ബട്ടൺ അല്ലെങ്കിൽ ഈ ഒരു ഐക്കൺ ആവശ്യമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ വീഡിയോ ഇടാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പം വർക്കിലേക്ക് വന്നു.
ഇതവിടെ പേസ്റ്റ് ചെയ്ത് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. മീൻസ് കംപ്ലീറ്റ് ഡിറ്റാച്ച് ആയിട്ടാണുള്ളത്. ഇനി അതെടുത്തു, ഞാനിങ്ങോട്ട് വന്നു, ഇവിടെ കൊണ്ടുവച്ചു. ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് പാസേജിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ടോയ്ലറ്റാണ്, ഉള്ളിലേക്കാണ് ഡോറ് തുറക്കുക. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മീൻസ് ഇവിടെ ഇപ്പോൾ ഒരു 60 സെൻറ്റിമീറ്ററോളം എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല. ഡോറ് നമുക്ക് ഉള്ളിലേക്ക് തുറക്കുന്നതുകൊണ്ട് പാസേജിന് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പിന്നെ അതുപോലെ നമുക്ക് ഈ ചെയർ കുറച്ചും കൂടി നീക്കിടാനുള്ള സ്പേസും ഉണ്ട് ഇവിടെ. ക്ലയൻറ്റ് സീറ്റിംഗ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു ഈ ഒരു രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം റൂം സെറ്റായിട്ടുണ്ട്. സീലിംഗ് ലൈറ്റാണ് ഇനി വേണ്ടത്. ഓക്കെ, ഇനി വേണ്ടത് സീലിംഗ് ലൈറ്റാണ്. ഞാനിപ്പോൾ ലൈറ്റ് ഓൾറെഡി ട്രാക്ക് ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് മതിയാകുന്നതായിരിക്കും. മീൻസ് ഞാനിപ്പോൾ സീലിംഗ് റെൻഡർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ ഫയലൊന്നിന് D5ലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. നമുക്കിവിടെ ഒരു മാറ്റും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. സോ കുറച്ചൊന്ന് ഓക്കെ, ഇവിടെ ഒരു മാറ്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. അപ്പം ടോപ്പ് വ്യൂയിലേക്ക് വന്നു. ഞാനിവിടെ മാറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. സോ മാറ്റും ചെറിയൊരു ടീപ്പും കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യാം. ഞാൻ ഇവിടെ ആട്ടോ ഉദ്ദേശിക്കുന്നത്. മീൻസ് ബെഡിൻ്റെ പ്രോപ്പറായിട്ട് ബെഡിൻ്റെ അടിയിലേക്ക് വെക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടുന്ന രീതിയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വാള്. ഈ ഒരു വാള് പ്ലെയിനായി പോയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഹെഡിൻ്റെ പുറകിലിരുന്നൊരു വാളും പ്ലെയിനായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ലൂവേഴ്സും കൂടി ആഡ് ചെയ്യാൻ തോന്നുന്നു. സോ ലൂവേഴ്സ് ഓക്കെ, നമുക്കതിപ്പം ഈ ഒരു വാള് ചെറിയൊരു ക്ലോക്കും കൂടി ആഡ് ചെയ്യാറുണ്ട്. അപ്പം അതൊന്ന് അളവെടുക്കട്ടെ. ഇതൊന്ന് ഒരു 60 സെൻറ്റിമീറ്റർ മതിയാവോ? 60 ഓക്കെ, കുഴപ്പമില്ല. 60 സെൻറ്റിമീറ്റർ നമുക്ക് ചെയ്യാം. പിന്നെ ലൂവർ വരക്കാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോക്സ് എടുക്കുന്നു, അത് 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുന്നു, 3 സെൻറ്റിമീറ്റർ വിട്ടും ലെങ്ത്തും കാണിക്കണം. അത് കഴിഞ്ഞ് കോപ്പി ചെയ്യുന്നു. അതിനടക്കുള്ളൊരു ഗ്യാപ്പ് നമുക്കൊരു 3 എന്നുള്ളത് ഒരു 1.5 1 സെൻറ്റിമീറ്റർ കാണിക്കാം. 1.5 കാണിക്കാം. അത് കഴിഞ്ഞ് ആക്കി കൊടുത്തിട്ട് വാല്യൂ ഒരു 20 കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ആക്കുന്നു, അൺഹൈഡ് ഓൾ കൊടുക്കുന്നു, സീലിംഗ് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഇതിൽ ഗ്രീന് ഓക്കെ റൊട്ടേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് പോവാം. ഞാൻ ഇതാണ് കേട്ടോ പറഞ്ഞത്. റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ നമുക്ക് പ്രോപ്പർ റൈറ്റ് സൈഡല്ല ഇത് കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസ് ചെയ്യാൻ പോവുകയാണ്. പ്രസ് ചെയ്യുമ്പം കറക്റ്റ് ഫ്രണ്ടിലേക്ക് അത് വരുന്നുണ്ടത്. സോ നമുക്കത് സ്കേർട്ടിങ്ങിൻ്റെ മുകളിലേക്ക് മതി. സ്കേർട്ടിങ്ങിൻ്റെ താഴേക്ക് അത് നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. സ്കേർട്ടിങ്ങിൻ്റെ ഹൈറ്റിലേക്ക് അത് വെച്ചിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്.
ഒന്ന് ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കണം. ബാക്കിൽ ആ ഒരു വൈറ്റ് കളറ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇതിന് നമുക്കൊരു വൈറ്റ് ഷെയ്ഡ് കളർ കൊടുക്കാം, ഒരു ഓഫ് വൈറ്റ് കൊടുക്കാം. ഞാനത് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ആപ്പിൽ വന്നു, മെഷിൽ വന്നു, വാൾപേപ്പർ. ഇവിടെ ഒരു ഓഫ് വൈറ്റ് ഞാൻ ഐവറി ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഐവറി കളർ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് നമുക്കൊരു ക്ലോക്ക് കൂടി പ്ലേസ് ചെയ്യാം. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് കോസ്മോസ് ബ്രൗസർ തന്നെയാണ്. അതിവിടെ നമുക്കൊന്ന് ഇത് ഫർണിച്ചറിലുണ്ടാവുക. ഹോൾ അസറ്റിലേക്ക് വന്നിട്ട് ക്ലോക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, പക്ഷെ ഇതിൽ സാധനം ഉണ്ട്, നമുക്ക് തപ്പിയെടുക്കണം. വെജിറ്റേഷൻ ആക്സസറീസിലെ ഡെക്കറേഷൻ ഒന്ന് നോക്കാം, അതിലായിരിക്കും ഉണ്ടാവുക. സാധനമുണ്ട്. ഉദ്ദേശിച്ച ലൈറ്റ് ഇതിലൊരു ലൈറ്റ് ഉണ്ടായിരുന്നേ, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടത്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരിലാണ് യുവമാർ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. ഇതിലല്ലെങ്കിൽ വേറൊരു സൈഡിൽ സാധനം ഉണ്ടെങ്കിണ്ടോ, ക്ലോക്ക് തന്നെയാണല്ലോ പേര്, പിന്നെന്താ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത CLOCK ക്ലോക്ക്. അതാണ്ടേ ക്ലോക്ക് വാട്സപ്പ്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളത് ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് സൈസിലേക്ക് 6 സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 6 കേട്ടോ പ്രസ് ചെയ്തത്. അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് വെക്കുന്നു. അതൊരു ഹൈറ്റ് ഒന്ന് കൂട്ടി വെക്കാം, ഒരു 2. ഈ ഒരു ഹൈറ്റ് മതിയാവും. ഓക്കെ, നമുക്ക് ഈ ഒരു ലൂവർ ഡിസൈൻ തന്നെ ഹെഡ് ബോർഡിൻ്റെ സൈഡിലും കൂടി കൊടുക്കാൻ തോന്നുന്നു. അത് കുറച്ചുകൂടെ ഒന്ന് ഭംഗി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനിപ്പം ഹൈഡ് സെലക്ട് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങോട്ടേക്കും കൂടി ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ കൂടി അത് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്. അപ്പം അതിന് തൽക്കാലത്തേക്ക് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതൊക്കെ എളുപ്പപ്പണിയാട്ടോ, ഞാനിത് ശരിയായ രീതിയിലല്ല ചെയ്യുന്നത്. നമുക്ക് ഇവിടെ അതപ്പം മിസ്സായിട്ടുണ്ട്. അപ്പം അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയാൽ മതിയാവും.
അപ്പം ഇപ്പോഴത്തെ ഈ ഒരു വിൻഡോ കളർ അല്ലെങ്കിൽ വുഡൻ കളർ വന്നാൽ ശരിയാവത്തില്ല. നമുക്ക് അതിനും കൂടി ഈ ഐവറി കളർ തന്നെ കൊടുക്കാം. അപ്പം ഇതെങ്ങനെയാണ് വന്നേക്കുന്നത്? ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സോ നമുക്കിതിനെ D5ലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനായി ഈ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതിന് D5ലേക്ക് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇതിപ്പം നമ്മൾ ഫയൽ ആദ്യമായിട്ട് D5 തുറക്കുന്നതുകൊണ്ട് ഇത് ന്യൂ പ്രൊജക്റ്റ് സിംഗിൾ ലോക്കൽ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ ചെയ്ത് വെച്ച ഏതെങ്കിലും ഫയലിലേക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് D5 കേട്ടോ. നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പുതുതായിട്ടൊരു ഫയൽ നമ്മൾ റൂം ക്രിയേറ്റ് ചെയ്തിട്ട് അത് D5ലേക്ക് കൊണ്ടുവരുമ്പോൾ നേരെ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നേരെ നമുക്ക് താഴെ ലോഡിംഗ് ഉള്ളൊരു കാണാൻ പറ്റും. 99ആയി. അതൊന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ച് ടൈം കൊടുക്കും. ഇവിടെ സിങ്ക് അൺസിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡോൺ ഷോ അഗൈൻ അത് ഓക്കെ കൊടുക്കുക. സോ അത് സിങ്കിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് D5 യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനൊക്കെ കാണിക്കും. നിങ്ങളതൊന്നും പ്രശ്നമാക്കണ്ട. ഡോൺ ഷോ അഗൈൻ കൊടുത്താൽ മതി. സോ നമ്മുടെ D5യുടെ ക്യാമറ 3ds Max സെറ്റാക്കിയ ക്യാമറ ഡയറക്റ്റായിട്ട് 3ds വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ന്യൂ സീൻ കൊടുക്കുക. ഒന്ന് ഫയൽ സേവ് ചെയ്യാം. Ctrl+S അടിച്ചാൽ ഫയൽ സേവ് ആകുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ പോയിട്ട് സേവ് കൊടുത്താൽ മതി. നമ്മൾ ഡെസ്ക്ടോപ്പിലായിരുന്നു. ടെസ്റ്റ് D5 എന്ന് പേര് കൊടുക്കുന്നു. സേവ് ആയിക്കോട്ടെ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒന്ന് ഈ ഓട്ടോ എന്നിട്ട് ലൈറ്റ് ഓഫാക്കി കൊടുക്കുക. 2 ഇത് ഫ്ലൈയിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിൽ ലൈറ്റ് കാണുന്നില്ല എന്ന് സ്വാഭാവികമായും പരാതി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഇവിടെ ലൈറ്റിലേക്ക് വന്നിട്ട് റെക്റ്റാങ്കിൾ ലൈറ്റ് എടുക്കുക. അതിവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് മോഡിലേക്ക് കൊണ്ടുവെക്കുക. അത് വിസിബിൾ ഇൻ റിഫ്ലക്ഷൻ എന്നുള്ളത് അൺടിക്ക് ചെയ്യണം. എന്നിട്ട് വീണ്ടും ക്യാമറയിലേക്ക് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ D5ലേക്ക് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്തപ്പോൾ വന്നത്. ഇത് ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. 3ds ചെയ്തത് നേരെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ലൈറ്റ് അധികമാണ്. സോ നമ്മൾക്ക് ലൈറ്റ് ഒന്ന് വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 30 ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. നമുക്കതൊരു 10 ആക്കി കൊടുക്കാം. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ബ്ലൈൻഡ്സ് കണ്ടോ, ഈ ഒരു കർട്ടൻ കണ്ടോ, ഇത് സീലിംഗിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇറങ്ങി വരുന്ന വിധത്തിൽ നമുക്ക് അവിടെ ചെറിയൊരു കട്ടിങ് വേണം. അങ്ങനെയാണ് ശരിക്കും അത് ചെയ്യുക. അപ്പോൾ ഞാനത് നല്ല ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. നമുക്കതൊന്നുകൂടെ ഒന്ന് ചെയ്യാം. അപ്പം D5യുടെ സിങ്ക് ബട്ടൺ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. സീലിങ്ങും കർട്ടനും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഹൈഡ് അൺസെലക്റ്റഡ് കൊടുത്തു. ദെൻ ടോപ്പ് വ്യൂയിലേക്ക് വന്നു, സെറ്റ് പ്രസ് ചെയ്തു. കണ്ടോ, നമുക്ക് ഇവിടെ ചെറിയൊരു കട്ടിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് തന്നെയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 240 മതിയാകും. അതിന് ഹൈറ്റ് ഒരു 15 മതിയാവും. ദെൻ സൈഡ് വ്യൂയിലേക്ക് വന്നു. നമ്മൾ ബൂളിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പ്രോപ്പറായിട്ടൊന്ന് സെറ്റ് ചെയ്തെന്ന് തോന്നിയാൽ അതങ്ങ് ബൂളിങ് ചെയ്ത് കളഞ്ഞേക്കാം. സ്റ്റാൻഡേർഡ് കോമ്പൗണ്ട് പ്രോ ബൂളിങ് സ്റ്റാർട്ട് പിക്കിങ് അപ്പം ചെറിയൊരു കട്ടിങ് എഫക്റ്റ് അവിടെ കിട്ടിയല്ലോ. ദെൻ അൺഹൈഡ് ഓൾ കൊടുക്കുക. ക്യാമറയിലേക്ക് വരിക. ഒന്ന് ഫയൽ സേവ് ചെയ്യുക. വീണ്ടും ഒന്ന് D5ലേക്ക് സിങ്ക് ആക്കുക. ഇത് ലൈവായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മീൻസ് നമ്മളിവിടെ ചെയ്യുന്നത് മീൻസ് ഞാനിപ്പോൾ ഇത് ഓഫാക്കിയല്ലോ. ഇത് ഓഫാക്കാതെ വെച്ച് നമ്മളിവിടെ ചെയ്യുന്നത് നേരെ D5ലേക്ക് വരും. എൻ്റെ സിസ്റ്റം അത്രയും പവർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അൺസിങ്ക് ചെയ്തിട്ട് സിങ്ക് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പവർഫുൾ PC ഉണ്ടെങ്കിൽ നിങ്ങൾ അൺസിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് നേരെ അങ്ങ് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. സോ ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഇവിടെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തെടുക്കാം. സീലിംഗിൽ നിന്ന് ലൈറ്റ് ഇറങ്ങി വരുന്നൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അതൊന്ന് പൊന്തിച്ച് വെക്കാം. ഇതിനാണ് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് കട്ട് ചെയ്തത് കേട്ടോ. അതും വിസിബിൾ റിഫ്ലക്ഷൻ ഒഴിവാക്കുക. അതിൻ്റെ വാല്യൂ ഒരു 2500 ആക്കിയിട്ടുണ്ട് ഞാൻ.
ഒരു വാം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഫയൽ സേവ് ചെയ്യുക, Ctrl+S അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഫയൽ സേവ്. അപ്പം ഈ ഒരു ലൈറ്റ് ചെറുതാണിപ്പോൾ, നമുക്കതൊരു കറക്റ്റായിട്ട് സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ സൈസ് ഈ അണ്ടിക്ക് ഒഴിവാക്കുക, മീൻസ് അല്ല സൈസിൻ്റെ ഇതിങ്ങനെ ഈ ഒരു ക്രോസ് മാർക്ക് ഉണ്ടല്ലോ അത് നോക്കുക. നമ്മൾ 2:40 കൊടുത്തത്, അത് 2:40 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മേ ബി നിങ്ങൾക്ക് സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് മൈൻഡ് ചെയ്ത് വിട്ടേക്കണം കേട്ടോ. മഴ പെയ്യുന്നതിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഫയൽ ഒന്നുകൂടി ഒന്ന് സേവ് ആക്കുക. ദെൻ നമ്മുടെ ക്യാമറ ബട്ടണിലേക്ക് ഒന്നുകൂടി ഒന്ന് വരിക, ഫയൽ ഒന്നുകൂടി ഒന്ന് സേവ് ആക്കുക. ഞാനത് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്നത് നമുക്ക് ഫയൽ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമൊന്ന് ചുറ്റി കാണാം. നടുവിൽ വാർഡ്രോബ് വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 2 ടൺ ഹൈറ്റിൽ, മിററിൻ്റെ അടുത്ത് കംപ്ലീറ്റ് ബ്ലാക്കാണ്. ഇതിനൊരു ലെഗ് മിസ്സായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് നേരെ അപ്പുറത്തേക്ക് ഇടണം. ഒരു ഗോൾഡൻ കളറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആണ് നിലവിൽ. കർട്ടൻ്റെ കളറൊന്നും മാറ്റണം. മിറർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് D5 മെറ്റീരിയൽ ഓപ്പൺ ചെയ്യുക, എംപ്രസ് ചെയ്താൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സെർച്ച് സെറ്റ് ഉണ്ടാവും. അവിടെ ഒന്നിക്കൽ മിററിന് സെലക്ട് ചെയ്യാം, ഡൗൺലോഡ് ആക്കണം, അതിന് നേരെ ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം വീണ്ടും മെറ്റീരിയൽ ഓപ്പൺ ആക്കുക. ഇവിടെ മെറ്റീരിയലിൽ മെറ്റൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിലാണ് ഈ മിറർ കിടക്കുന്നത്, അറിയാമോ? അപ്പം അതങ്ങനെ ചെയ്താൽ മതി. സോ ഇതിനും ഒരു മിറർ എഫക്റ്റ് വേണം. സോ ഞാനിത് ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലൊരു ലൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ചുമരുന്ന കുറച്ച് ഗ്യാപ്പിലാണ് കിടക്കുന്നത്, അത് നമുക്ക് സെറ്റാക്കാം. ഇനി വരുന്നത് ഈ കർട്ടനും കൂടി ഒന്ന് ചെറിയൊരു ട്രാൻസ്പെറൻ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കർട്ടൻ സെറ്റ് ചെയ്യുന്ന ഇത് കണ്ടോ, വൈറ്റ് ഗോസ് കർട്ടൻ, നമ്മളതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ നടുക്കത്തതിന് മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രം നമുക്കൊരു ട്രാൻസ്പെറൻ്റ് എഫക്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം അകത്തേക്ക് കടക്കുന്ന രീതിയിലൊക്കെ സെറ്റാക്കാം. അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യണം. ഞാനിപ്പോൾ അത് സെറ്റാക്കുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്ലോറാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലോർ എങ്ങനെ ചെയ്യാൻ നോക്കാം. എംപ്രസ് ചെയ്യുന്നു, ഇവിടെ മാർബിളിന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു ഗ്രേ ഷെയ്ഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് വേണ്ട, ഭയങ്കര ഡാർക്കായിട്ടുണ്ട്. സോ നമുക്ക് വേറൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ ഒരു വൈറ്റ് ജെയ്ഡ് എന്ന് പറഞ്ഞൊരു മാർബിൾ കാണുന്നുണ്ട്, നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ട്രൈ പ്ലാനർ ഇട്ട് ഓക്കെ, അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതൊന്ന് സേവ് ആക്കിക്കോട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചെയറിൻ്റെ മെറ്റീരിയൽ ഒന്ന് മാറ്റി നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫാബ്രിക് ആണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഫാബ്രിക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ഫാബ്രിക് വരിക, നമുക്ക് പ്രോ ആവശ്യമില്ല, നമ്മൾ ഫ്രീയിലേക്ക് വന്നു. സോ മീൻസ് എൻ്റെ കയ്യിൽ പ്രോ ഇല്ലാത്തത് കൊണ്ടാട്ടോ. നിങ്ങളുടെ കയ്യിൽ പ്രോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോന്ന് ഇഷ്ടമുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രീ വേർഷനാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഫ്രീ ആയിട്ടുള്ള സാധനം നോക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ബ്ലൂ ഡെനിയുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമുക്കിവിടെ ട്രിപ്പ് പ്ലാനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇതിൻ്റെ വാല്യൂ ഒരു 5 ആക്കി കൊടുക്കുക. ഓക്കെയാണ്. അതുപോലെ തന്നെ അപ്പം തന്നെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഗോൾഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഓക്കെ, ഇവിടേക്ക് ഓൾറെഡി ഗോൾഡ് തന്നെയാണ്. സോ കുഴപ്പമില്ല. ഒന്ന് ഫയൽ സേവ് ചെയ്യട്ടെ.
ഇനി നമുക്ക് ഇവിടെ ഒരു ലെഗ് മിസ്സായിട്ടുണ്ട്. ഇത് ചുമരിനോട് ചേർത്ത് വെക്കാനുണ്ട്. പിന്നെ സീലിങ്ങിൽ ഒരു ലൈറ്റും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റാക്കാം. അത് ഞാൻ ചെയ്യുന്നത് 3ds Maxലാട്ടോ. സോ നമ്മൾ ബാക്ക് ടു 3ds Max. സോ ഞാൻ സിങ്ക് ബട്ടണൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ടോപ്പ് വ്യൂയിലേക്ക് പോയി ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് അത് ചുമരിനോട് സ്നാപ്പ് ഓഫ് ആക്കി ചുമരിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു ലെഗ് കോപ്പി ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് സീലിംഗ് ലൈറ്റാണ്. ഞാൻ അപ്പോൾ അതിനായിട്ട് ഉദ്ദേശിക്കുന്നത് സിലിണ്ടറാണ്. സോ അതിൻ്റെ റേഡിയസ് നമുക്കൊരു 3 സെൻറ്റിമീറ്റർ മതിയാവും. ഹൈറ്റ് ഒരു 1 വന്നോട്ടെ, 2 വന്നോട്ടെ, കുഴപ്പമില്ല. 3 എന്ന് പറയുമ്പം അതിനൊരു ടോപ്പ് വ്യൂയിലേക്ക് നമ്മൾ വന്ന് ദെൻ സൈഡ് വ്യൂയിലേക്ക് പോയി അത് കറക്റ്റൊന്ന് സീലിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് നിന്നിട്ട് ബാക്കി നമുക്ക് ടോപ്പ് വ്യൂ ചെയ്യാം. ചെറിയൊരു താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൽ ഞാനിപ്പം നമുക്ക് വേണ്ടാത്തതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കളയാം. ഹൈഡ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുക, ഹൈഡ് സെലക്ഷൻ കൊടുക്കുക. അങ്ങനെയാണ് ഇത് ഹൈഡ് ആവുക. സോ നമ്മുടെ ലൈറ്റ് വരുന്നത് ഏതാണ്? ഇവിടെയാണ് ലൈറ്റ്. ഇതല്ല, ലൈറ്റ് വരുന്നത് അതിൻ്റെ ഒരു സെഗ്മെൻ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഇതിന് ചെറിയൊരു എഡ്ജ് കണ്ടോ, നമുക്കത് ആവശ്യമില്ല. നമ്മളത് 50 കൊടുത്താൽ കറക്റ്റായിട്ട് സ്ക്വയറിലേക്ക് മാറിക്കോളും. ഇല്ലേ, സോറി, സ്ലൈഡാണ് കേട്ടോ. സ്ലൈഡ് 18 എന്നുള്ളത് 50 ആക്കിയിട്ടുണ്ട്. സെഗ്മെൻറ്റ് 5 തന്നെ. സെഗ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. ഈ ഒരു ഹൈറ്റ് കണ്ടോ, അത് ആവശ്യമില്ല, അത് 0 വെക്കാം. ഓക്കെ, അതാണ് സെഗ്മെൻറ്റ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ മോഡലിങ്ങിന് യൂസ്ഫുൾ ആകുന്ന സംഭവങ്ങളാണ്. മീൻസ് നമുക്കൊരു ചെയറോ അല്ലെങ്കിൽ ഹ്യൂമൻ ഫേസൊക്കെ സെറ്റാക്കുമല്ലോ, അപ്പോൾ അതിന് യൂസ് ചെയ്യണം. ഇത് നമുക്ക് പിന്നെ വേണ്ടത് എമിസീവ് ലൈറ്റ് എഫക്റ്റ് വേണം. സോ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യം വേറെ മെറ്റീരിയൽ ആക്കിയിട്ട് ഇവിടെ വേറെ മെറ്റീരിയൽ എന്നാണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വേറെ ഉണ്ട്, അതിലേക്ക് വരുന്നു. ഇതിൽ ലൈറ്റ് ഉണ്ടാവും, വേറെ ലൈറ്റ് മെറ്റീരിയൽ, വേറെ ലൈറ്റ് MTL, അത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ അടിക്കുന്നു. സോ ലൈറ്റ് ആയിട്ടുണ്ട്. ദെൻ അൺഹൈഡ് ഓള് നമ്മൾ ടോപ്പ് വ്യൂയിലേക്ക് വരുന്നു. വേണ്ടാത്ത കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു. ലൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊടുക്കും. ഇപ്പം ഓക്കെ, ആവശ്യമില്ല. നമുക്കിപ്പം മാഗ്നറ്റ് ലൈറ്റിന് തന്നെ ഉണ്ടല്ലോ, ട്രാക്ക് ലൈറ്റ് തന്നെ ആവശ്യത്തിന് ലൈറ്റ് നമുക്ക് റൂമിലേക്ക് വരും. സോ നമുക്ക് ഡീഫൈൽ തന്നെ ലൈറ്റ് സെറ്റാക്കിയാൽ മതിയാവും. സോ ഒന്ന് ഫയൽ സേവ് ചെയ്തോട്ടെ. ഇതിൽ ക്യാമറ വ്യൂയിലേക്ക് വന്നു. നമുക്ക് ഇതിനൊരു ബ്ലാക്ക് കളർ മാറ്റണം. സോ ഒരു ഗ്ലാസ് എഫക്റ്റ് കൊടുക്കാം. എവിടെ വരാത്ത ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക്, അതെന്താണെന്ന് അറിയില്ല. സോ സ്റ്റോറേജൊക്കെ ഫുള്ളായോ ആവും. ഓക്കെ, അപ്പം മെറ്റീരിയൽസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലാസ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പം ഗ്ലാസിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു മൾട്ടി കളേർഡ് ഗ്ലാസ് കണ്ടോ, ഞാൻ അതാണ് കൊടുത്ത് നോക്കാം. പോരാ, നോർമൽ ഗ്ലാസ് കൊടുത്തിട്ട് ഗ്ലാസ് എഫക്റ്റ് തന്നെയാണ് കിട്ടുക. സോ ബാക്കി രണ്ടിനും നമുക്കൊരു പ്ലാസ്റ്റിക് എഫക്റ്റ് കൊടുക്കാം. സോ ഇതിൽ തന്നെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഇതിന് വൈറ്റ് വന്നോട്ടെ, അതൊക്കെയാണ്. സോ കൺട്രോൾ സേവ് അടിക്കുന്നു, കൺട്രോൾ S അടിച്ച് ഫയൽ സേവ് ആക്കുന്നു. ഈ ഒരു ക്യാമറ, ദെൻ ഈ ഒരു ക്യാമറ,
69 നമ്മൾ 60 മാറ്റിയിട്ടുണ്ട്. അത് ഒരു ക്യാമറ ആഡ് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു സീനും കൂടി ആഡ് ചെയ്യാം. അതൊന്ന് സേവ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാർഡ്രോബിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വാം കളറിലേക്ക് മാറ്റണം. സോ നമ്മൾ മെറ്റീരിയൽ പിക്കർ എടുത്തിട്ട് ആ ലൈറ്റ് സെലക്ട് ചെയ്യുന്നു. ഇത് കളർന്നുള്ളത് ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ട് വാല്യൂ ഒരു 2500 കൊടുക്കുന്നു. 2500 എമിസീവ് ഓപ്ഷൻ എനേബിളാണ്. സോ പുറത്തേക്ക് വന്നു, അത് ഓക്കെയാണ്. ഫയൽ സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇതൊന്നും സിങ്ക് ചെയ്തിട്ടില്ല. അതൊന്ന് കറക്റ്റ് ചുമരിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സിങ്ക് ചെയ്തോട്ടെ. അത് 3 ടച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്, സാധനം സെറ്റായിട്ടില്ല. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ എവിടെയും ക്യാമറ കണ്ടേക്ക് വരിക, സിങ്ക് ചെയ്യുക. ഓക്കെയാണ്. നമ്മുടെ ഹാൻഡിൽ ഗോൾഡ് എഫക്റ്റ് വേണോ വേണ്ട, അതങ്ങനെ വന്നോട്ടെ. ഇതിന് മെറ്റൽ എഫക്റ്റ് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ വന്നു, മെറ്റലിൽ വന്നു. ഇവിടെ ബ്ലാക്ക് അയണില്ല നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈറ്റിംഗ് ആട്ടോ. മീൻസ് ഞാനിപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് ഒരു ലൈറ്റ് കൊടുത്തതേ ഉള്ളൂ, നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഈ റൂമിൽ എന്താ അത്യാവശ്യത്തിന് വെളിച്ചെന്ന് വെച്ചാൽ നമ്മുടെ സൺലൈറ്റ് ഇതിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ലൈറ്റ് ഉണ്ട്, ഈ ഒരു ലൈറ്റും ഉണ്ട്. നമ്മൾ രണ്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ സൺലൈറ്റ് മാത്രമേ കണ്ടോ, സൺ പോയപ്പോൾ അത് പോയി പ്രോപ്പറായിട്ട്. ഇതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. സൺലൈറ്റ് ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി കൊടുത്താൽ റൂമിലേക്ക് ആവശ്യത്തിലധികം വെളിച്ചം കിട്ടും. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, മീൻസ് ഒരു നാച്ചുറൽ ലൈറ്റ് റെൻഡർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റും കൂടി വെച്ചിട്ടാണ് റെൻഡർ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നത് ഡിസ്ക് ലൈറ്റ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്. ഡിസ്ക് ലൈറ്റ് അത് ജസ്റ്റ് കൊടുത്ത റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. സോ ഇൻറ്റൻസിറ്റി വരെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, അതിൻ്റെ ഷേപ്പ് ഡിസ്ക് ഷേപ്പിലാണ് ഉണ്ടാവുകയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാനിതിന് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്പോട്ട് ലൈറ്റാണ്. സ്പോട്ട് ലൈറ്റിൽ നമ്മൾ ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോക്കസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഇവിടെയും ഒന്ന് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെത് നേരെ ഡയറക്റ്റ് ബെഡിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഡയറക്റ്റ് ബെഡിലേക്ക് വേണ്ട, ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാം. വിസിബിൾ റിഫ്ലക്ഷൻ ഓഫ് ആകണം കേട്ടോ. അത് ലൈറ്റ് നമ്മുടെ റെൻഡറിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണും. അല്ല, റിഫ്ലക്ഷനിലായാലും ലൈറ്റിൻ്റെ ഷേപ്പ് അങ്ങനെ എടുത്ത് കാണുന്നതാണത്. അതെപ്പോഴും ഓഫാക്കി വെക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്ന സ്ഥലത്ത് ഇവിടെ ഒന്നുണ്ട്, അതും നമ്മളൊന്ന് പ്ലേസ് ചെയ്യുന്നു. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യാം. ട്രാക്ക് ലൈറ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ലൈറ്റ് അല്ലെങ്കിൽ സീലിംഗ് കൊടുക്കുന്നതാണെങ്കിൽ നേരെ താഴോട്ടേക്ക് കൊടുത്താൽ മതി. ഇപ്പം ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു ഇങ്ങനെ മതി എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തുള്ളത്. ഒന്ന് നമുക്ക് ഒരു ഡ്രസ്സിങ്ങിൻ്റെ സൈഡിലേക്കും കൂടി കൊടുക്കാം. അതൊക്കെ വിസിബിൾ ആൻഡ് റിഫ്ലക്ഷൻ ഓഫാക്കി കൊടുക്കാം. ഇതിപ്പം ആവശ്യത്തിലധികം വെളിച്ചമുണ്ട് റൂമിൽ, നമുക്ക് അതിലത്തിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇത് 230 നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന രീതിയിൽ ഒരു 5 മാറ്റുന്നു. അത് നെക്സ്റ്റ് അതും 5 മാറ്റുന്നു. അടുത്തത് സെലക്ട് ചെയ്യുന്നു,
അത് 5-ലാണ്. അടുത്ത സെലക്ട് ചെയ്യുന്നു, 5-ലേക്ക് മാറ്റുന്നു, 5-ലേക്ക് മാറ്റുന്നു. നമുക്കിതിനൊക്കെ ഒരു ഗ്രൂപ്പാക്കി വെക്കാം. അതാകുമ്പോൾ ഒറ്റ വാല്യൂ മാറ്റാൻ മതി. 10 കൊടുക്കുന്നു, 15 കൊടുക്കുന്നു, 30 കൊടുക്കുന്നു, 50 കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് റൂമിലേക്ക് ആവശ്യത്തിന് ലൈറ്റ് കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ലൈറ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതൊന്ന് മുകളിലേക്ക് പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ വിഡ്ത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കൊടുക്കുക. അതിൻ്റെ വാല്യൂ ഒരു 1 കൊടുത്താൽ മതി. വിസിബിൾ റിഫ്ലക്ഷൻ ഓഫ് ആക്കുക. ഇതിൻ്റെ ഒരു അറ്റൻഷൻ റേഡിയസ് അതൊന്ന് കൂട്ടിക്കൊടുത്ത കേട്ടോ. പിന്നെ അതുപോലെ 100 എന്നുള്ളത് ഒരു 200 തന്നോട്ടെ. ഈ ഒരു ഏരിയയിൽ കുറച്ചധികം ലൈറ്റ് ഫോക്കസ് ആയി നിൽക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊരു 4500-ലേക്ക് മാറ്റും. ചെറിയൊരു ലൈറ്റ് വാമ്പാവുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് 5000. അതിൻ്റെ വാല്യൂ ഒരു 20 മതിയാവും. അതിൻ്റെ കോണൊന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെയും കോണൊന്ന് നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ കോണാങ്കിൾ 20 മാറ്റുക. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. കോണാങ്കിൾ 80 തന്നെയാണുള്ളത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സിംഗിളാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിപ്പം വാം ടോണ് വേണ്ട, നമുക്ക് വൈറ്റ് തന്നെ കൊടുത്താൽ മതി. കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഫോക്കസ് ആവുന്നുണ്ട്, അത് ഏതാണെന്ന് നോക്കുക. അതിൻ്റെ കോണാങ്കിളൊന്ന് കൂട്ടി കൊടുക്കുക. വാല്യൂ ഒരു 20-ലേക്ക് മാറ്റും. നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിയാതെ ഡിലീറ്റ് ആക്കി നിർത്താം. സോ അതൊന്ന് സെറ്റാക്കണം. വാല്യൂ 2500 ആക്കുക. വിഡ്ത്ത് 240 ആക്കുക. ദെൻ അതൊന്ന് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കണം. സെറ്റാണ്. ഇവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് പുറത്ത് നിന്നുള്ള ലൈറ്റ് നമുക്ക് ആവശ്യമില്ല. ആ ഒരു സൂര്യൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ശരിക്കും ആർട്ടിഫിഷ്യൽ ലൈറ്റ് തന്നെ റെൻഡർ ചെയ്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് നൈറ്റ് മോഡൊക്കെ മാറ്റിയാലും ഭംഗിയുണ്ടാവും. സോ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ കംപ്ലീറ്റ് നൈറ്റ് ആക്കുന്നില്ല, ചെറിയൊരു ലൈറ്റ് വന്നോട്ടെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ചെടികളൊക്കെ കാണിക്കാം. കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടും. നാച്ചുറൽ ഇപ്പം ബാക്ക്ഡ്രോപ്പ് പ്ലെയിൻ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. സോ നമുക്കതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. ഇതൊന്ന് 90 ഡിഗ്രിയിലേക്ക് ചരിക്കുക. കറക്റ്റായിട്ടൊന്ന് വെച്ച് ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കളറ് കുറച്ച് ഡാർക്ക് അടിക്കണം. നമ്മൾ ബേസ് കളർ പോകുന്നു, അത് നല്ല രീതിയിൽ തന്നെ ഡാർക്കിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇവിടെ ചെറിയൊരു ഷെയ്ഡ് അടിക്കുന്നു, നമുക്കത് ആവശ്യമില്ല. മീൻസ് അപ്പോൾ അതെന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് ഒരു ബേസിക് മോഡൽ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പ്ലെയിൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. വി പ്രസ് ചെയ്താൽ നമുക്കത് റൊട്ടേറ്റിംഗ് ആംഗിളിൻ്റെ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ടാവും കേട്ടോ. 90 ഡിഗ്രി. ഓക്കെ. ഓ, ഇത് ഭയങ്കര സൈസ് ഉണ്ടല്ലോ. നമുക്കതൊരു
1 മീറ്ററൊക്കെ കാണിക്കുക. ഇവിടെ സാധനം ഇവിടെ ഒരു 8 മീറ്റർ കാണിക്കും. കംപ്ലീറ്റ് ആയിട്ട് പുറകിൽ വന്നോട്ടെ. ഓക്കെ, പുറത്ത് വന്നിട്ട് ആ ഒരു ലൈറ്റ് അടിക്കുന്ന പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. സോ നമ്മുടെ സീന് ഏറെക്കുറെ ഫൈനൽ ആയിട്ടുണ്ട്. ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ നമുക്ക് ലൈറ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പം ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ അവിടെ ഒരു പോയിന്റ് ലൈറ്റ് ഒന്ന് നൈസായിട്ട് വെയിറ്റ്, ഞാൻ ഇവിടെ ലൈറ്റ് ആഡ് ചെയ്യാൻ വിട്ടു കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് സ്പോട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അവിടെ നമുക്കൊരു ലൈറ്റ് ആഡ് ചെയ്യണം എന്തായാലും. അതൊരു 3000 ടെമ്പറേച്ചർ വാല്യൂ കൊടുത്താൽ മതി. ഇൻറ്റൻസിറ്റി ഒരു 10 കൊടുക്കുക. സോ അവിടെ ഒരു വാം ടോണ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കാണാം. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയാൽ ഈ സൈഡിലെ പ്രശ്നം ഒരു പരിധിവരെ സോൾവ് ആകുമെന്ന് തോന്നുന്നുണ്ട്. ഇത് ചെയ്ത് നോക്കി സെറ്റാക്കി എടുക്കണം. ഓക്കെ, ഇത് ടു മച്ച് ആണ്, ഇത്ര ലൈറ്റ് വേണ്ട, 0.5 കൊടുക്കുക. ഓക്കെ, അവിടെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒരു ചെറിയൊരു പോയിന്റ് ലൈറ്റ് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. റിഫ്ലക്ഷൻ ഓഫ് ആക്കുക. വാല്യൂ ഒരു 3 കൊടുത്താൽ മതി. റേഡിയസ് 100 കൊടുക്കുക. 2 അല്ല 1 തന്നെയാണ് കേട്ടോ. ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത്രയും ഇത് വേണ്ട. ഓക്കെ, ഇനി ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്ലോർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. മീൻസ് ഇവിടെ ഞാനൊരു ഇറ്റാലിയൻ ടൈല് ഡൗൺലോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡെസ്ക്ടോപ്പ്, ന്യൂ ഫോൾഡർ ടെക്സ്ചർ. നമുക്ക് ഇറ്റാലിയൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് നോട്ടെ. ഇതിൽ ചെറിയൊരു റിഫ്ലക്ഷനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പെക്ടർ 100 ആണ്, അതിൽ നിന്നും കൂടെ ചെയ്യാനില്ല. സോ ഇനി ഉള്ളത് മെറ്റീരിയലാണ്. മീൻസ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു വുഡ് എടുക്കാം. ഫിനിഷ് ആക്കട്ടെ. ഇവിടെ വുഡ് വാങ്ങിയില്ല കേട്ടോ, അവിടെ ടൈൽ തന്നെയാണ് വാങ്ങി. സോ അതൊന്ന് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പഴയ പോലെ ആക്കിയിട്ടുണ്ട്. AC ഓക്കെയാണ്, ലൈറ്റ് ഓക്കെയാണ്. ഇതിൻ്റെ കളറൊന്ന് നമുക്ക് മാറ്റാം. അതിനായി നമ്മൾ ഫാബ്രിക് എടുക്കുക. ഈ ഒരു കളറൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ അത്ര വേണ്ടല്ലേ. ഓക്കെ ഫൈൻ, അത് ഡിഫോൾട്ടായിട്ട് വന്നിട്ട്. ഇനി നമുക്ക് ചുമരിൻ്റെ കളറ് മാറ്റണോ? വേണ്ട, ഓക്കെയാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് നമ്മുടെ ഈ ഫോട്ടോ ഫ്രെയിം മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. സോ അതൊന്ന് കുറച്ചൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഫൈനൽ ഔട്ട് എടുക്കാമെന്ന് തോന്നുന്നു. സോ ഞാൻ 3Dയിലേക്കൊന്ന് പോകട്ടെ. അതൊന്ന് അൺസിങ്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ദെൻ ടോപ്പ് വന്നു, ഫ്രണ്ട് വന്നു, വെർട്ടെക്സ് സെലക്ട് ചെയ്തു. ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ പെർഫെക്റ്റ്. ഞാൻ വീണ്ടും D5ലേക്ക് സിങ്ക് ആക്കുന്നുണ്ട്. ഒക്കെയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർപ്പറ്റിൻ്റെ കളറും കൂടി ഒന്ന് മാറ്റി നോക്കാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. വേണ്ട, അത് ബോറാത്ത. സോ ഇത്രയാണ് നമ്മുടെ
സെറ്റപ്പ് വരുന്നത്. എങ്ങനെ ഒരു 3ds Max നിന്ന് D5ലേക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്ത് ഔട്ട് എടുക്കാം, പ്രോപ്പർ രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളും ക്യാമറയൊക്കെ എങ്ങനെ എനേബിൾ ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഇതിപ്പം കുറച്ചധികം ലെങ്തായി എന്നറിയാം. സോ നോക്കുക, കാണുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് സെക്ഷൻ ചോദിച്ചാൽ മതി. അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം മറക്കണ്ട. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫയലും, അതായത് ബെഡ്, AC, ചെയർസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു ഫയൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വേറൊരു ട്യൂട്ടോറിയലായിട്ട് കാണാം. അതുവരെ ബൈ.